ഞാൻ ഡോക്ടർ ടിഷ. ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. വെയിറ്റ് ലോസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ 3 ടൈപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് ഡയറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ചാർട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡയറ്റ് മെത്തേഡാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡയറ്റ് മെത്തേഡിലും നമ്മൾ പറയുന്നത് ഇന്ന ആഹാരം കഴിക്കാൻ പാടില്ല, ഇന്നത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യും. ഈ ഒരു മെത്തേഡിൽ ആ ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഫുഡ് എല്ലാം നല്ല രീതിയിൽ കഴിക്കാം. പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ടൈമിനെയാണ്. നിങ്ങൾ ഏതൊക്കെ സമയത്താണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വരും. കാര്യം നമുക്ക് ആഹാരം അവിടെ കൺട്രോൾ ചെയ്യുന്നില്ലല്ലോ. സോ കഴിക്കേണ്ട സമയമാണ് അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ മടിയൊന്നും കൂടാണ്ട് തന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ വളരെ ലളിതമായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നതാണ് 16 hours ഫാസ്റ്റിങ്ങും 8 hours ഫുഡ് കഴിക്കാം. ഈ ഒരു 8 hours എപ്പോഴാണെന്നുള്ളത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. 8 hours നമുക്ക് ഫുഡ് കഴിക്കാം, 16 hours ഫാസ്റ്റ് ചെയ്യാം. ഈ ഒരു 8 hourൽ നിങ്ങൾ 2 പീക്ക് പോയിന്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 8 മണിക്ക് നമ്മൾ മോർണിംഗിൽ എണീറ്റിട്ട് ആഹാരം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 8 മണി മുതൽ ഒരു 4-5 മണി വരെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. അത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊരു മാറ്റമൊക്കെ വരുത്താവുന്നതാണ്. സോ 4-5 മണി വരെ കഴിക്കുമ്പോഴത്തേക്കും ഈ ഒരു 8-നും ആ ഒരു 5 മണിക്കും ഇടയിൽ 2 പോയിന്റ് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 11-ഉം 2 മണിയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 മണിക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാം, എൻജോയ് ചെയ്ത് തന്നെ ഫുഡ് കഴിക്കാം. ബാക്കി സമയം നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ആഹാരങ്ങൾ കഴിക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷുഗറിൻ്റെ ആ ഒരു അളവ്, നിങ്ങൾ പഞ്ചസാരയുടെ എന്ത് ആഹാരം കഴിച്ചാലും പഞ്ചസാരയുടെ ആ ഒരു അളവ് നല്ല രീതിയിൽ കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു എഫക്റ്റ് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 16 hours ഫാസ്റ്റിങ്ങും 8 hours ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഏതൊരു ഫാസ്റ്റിംഗ് പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലപോലെ വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ടുള്ള കോഫിയോ ടീയോ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈറ്റ് സ്റ്റോപ്പ് ഈറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ 2 തവണ നിങ്ങൾ 24 മണിക്കൂർ ഉപവസിക്കണം. ഫാസ്റ്റിംഗ് ആണ് ഈ ഒരു മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഫുഡ് കഴിച്ചിട്ട് കിടന്നാൽ പിന്നെ എപ്പോഴാണ് കഴിക്കേണ്ടത്? പിറ്റേന്ന് രാത്രിയാണ് ഫുഡ് കഴിക്കേണ്ടത്. അതാണ് ആ ഒരു മെത്തേഡ്. വീക്ക്ലി നിങ്ങൾക്ക് 2 തവണ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സോ ആദ്യം നമ്മൾ പറയുന്നത് 16 hours ഫാസ്റ്റിങ്ങും 8 hours ഫുഡ് കഴിക്കാം. കുറച്ചും കൂടെ ഒരു കൂടിയ രീതിയാണ് ഈ ഒരു ഈറ്റ് സ്റ്റോപ്പ് ഈറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 5:2 എന്ന് പറയുന്ന ഒരു ഡയറ്റ് മെത്തേഡാണ്. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആദ്യമൊക്കെ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് 2 മെത്തേഡൊക്കെ പരീക്ഷിച്ച് ഒന്ന് റെഡി ആയിട്ടുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്നതെന്ന് വെച്ചാൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കലോറി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 500 മുതൽ 600 കലോറി വരെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് 2 ദിവസം ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ കലോറി കുറഞ്ഞ ഫുഡൊക്കെ നോക്കി സെലക്ട് ചെയ്തിട്ട് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഈ ഒരു കലോറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതാണ് 5:2 എന്ന് പറയുന്ന ഒരു ഡയറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ കലോറി കുറഞ്ഞ ഫുഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കുംബർ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ലെറ്റ്യൂസ് കഴിക്കാവുന്നതാണ്. പിന്നെ ചീര, ബ്രൊക്കോളി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കലോറി കുറഞ്ഞ ആഹാരങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഒരു 500 to 600 അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ ആഴ്ചയിൽ 2 ദിവസം കഴിക്കണം. നെക്സ്റ്റ് നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട് നോക്കാം. ഇത് അധികം മടുപ്പും വരില്ല. ഹെൽത്ത് ഇഷ്യൂസ് ആദ്യമൊക്കെ ഈ ഒരു ഫാസ്റ്റിംഗ് രീതി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെൽത്ത് ഇഷ്യൂസും ഒന്നും വരാത്ത രീതിയിലാണ് നമ്മളിത് പറയുന്നത്. സോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 6-7 മണിക്ക് എണീക്കുന്ന ഒരാൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാതെ ഒഴിവാക്കിയിട്ടുള്ള കാപ്പി അല്ലെങ്കിൽ ചായ നിങ്ങൾക്ക് കുടിക്കാം.
സോ ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആഹാരം കഴിക്കേണ്ടത് എന്ന് പറയുന്നത് 11 മണിക്കാണ്. 11 മണിക്ക് നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഒന്നും കൂടാണ്ട് തന്നെ ഏത് ആഹാരവും അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാം 11 മണിക്ക് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഷുഗർ എപ്പോഴും ഒഴിവാക്കിയിട്ടുള്ള ആഹാരങ്ങളാണ് കൂടുതൽ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. എന്നാൽ കുറച്ചും കൂടെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നീട് നെക്സ്റ്റ് നമ്മൾ 3 മണിക്കാണ്. അടുത്ത 3 മണിക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യമായിട്ട് തന്നെ ഫുഡൊക്കെ കഴിക്കാം. പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാം. സോ 11 മണി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കേണ്ട ഒരു 3-4 മണി അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. 5 മണിയാകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യേണ്ടത് വെജിറ്റബിൾ സാലഡ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ്സ് ആണ്. അത് കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ചായയോ കാപ്പിയോ അത് പഞ്ചസാര ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. സോ 5 മണിക്ക് നിങ്ങൾക്ക് ഫ്രൂട്ട് സാലഡ്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ്, എണ്ണയും ആ ഒരു പഞ്ചസാരയും കുറഞ്ഞിട്ടുള്ള മറ്റും കഴിക്കാം. എങ്കിലും കുറച്ചും കൂടെ എഫക്റ്റ് ഈ ഒരു ഫ്രൂട്ട് സാലഡ് അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് കഴിക്കുന്നത് കൊണ്ടാണ്. സോ അത് കഴിഞ്ഞു. ഇനി ഒരു 7 മണിക്ക് നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ നിർത്തുക. 7 മണിയാകുമ്പോൾ നിങ്ങൾ ആ ഒരു ദിവസത്തെ ആ ഒരു ഫുഡ് കഴിച്ച ആ ഒരു സിസ്റ്റം നിർത്തിയിട്ട് പിന്നെ ഫാസ്റ്റിങ്ങിലേക്ക് കടക്കുക. ഫാസ്റ്റിങ്ങിലേക്ക് കടക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ടതാണ്. ഏതൊരു ഫാസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലും നല്ലപോലെ വെള്ളം കുടിക്കുക, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. 7 മണിയാകുമ്പോഴത്തേക്കും രാത്രിയത്തെ ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ ഫാസ്റ്റിങ്ങിലേക്ക് കടക്കുക. പിറ്റേന്ന് രാവിലെ ഇതുപോലെ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിൽ സമയം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആദ്യത്തെ സമയത്ത് മാറ്റാം. സോ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ കാലം ആളുകൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഫുഡ് അവർ റെസ്ട്രിക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ല ഫുഡി ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും വലിയ മടിയൊന്നും കൂടാണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. മറ്റൊരു കാര്യം തന്നെ വെയിറ്റ് ലോസ് അല്ലേ, അതിൻ്റേതായ രീതിയിൽ നമ്മൾ വെയിറ്റ് കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാതിരിക്കാനായിട്ടും ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് സാധിക്കും. ആദ്യത്തെ സമയത്തൊക്കെ നിങ്ങൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. പിന്നീട് നിങ്ങൾ കുറച്ചും കൂടെ ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ബാക്കി വലിയ വലിയ രീതിയിലേക്ക് പോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ബാക്കി മെത്തേഡ്സ് ഒക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീറ്റോ ഡയറ്റ് ആയാലും തന്നെ GM ഡയറ്റ് ആയാലും അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർ കാണുക, ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആഗ്രഹിക്കുന്നവർ ഇത് ഫോളോ ചെയ്യുക. അല്ല കുറച്ചും കൂടി നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഒക്കെ നോക്കിയിട്ട് GM ഡയറ്റും കീറ്റോ ഡയറ്റും അങ്ങനെ കുറച്ച് ഡയറ്റൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്